ഹലോ ട്രേഡേഴ്സ്, ഹലോ ഇൻവെസ്റ്റേഴ്സ്. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു നേരുന്നു. മാർക്കറ്റിലേക്ക് വരുമ്പോൾ 3 ദിവസത്തെ ഒരു അവധിക്ക്, വലിയൊരു അവധിക്ക് ശേഷമാണ് നമ്മൾ മാർക്കറ്റിലേക്ക് വരുന്നത്. എന്നാൽ 3 ദിവസം മാത്രമുള്ള ഒരു ചെറിയ ഒരു ട്രേഡിംഗ് വീക്കിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഈ ഒരു വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ കാരണം മാർക്കറ്റ് അവധിയാണ്. ലോകത്തിലെ എല്ലാ മാർക്കറ്റും അവധിയാണ്. ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാ ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളും ബിസിനസ്സുകാരും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരും മറ്റുള്ള എല്ലാ മേഖലയിലുള്ള ആളുകളും സെർച്ച് ചെയ്യുന്ന ആകെ ഒരൊറ്റ പേരെന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ നയങ്ങളും അദ്ദേഹത്തിൻ്റെ ട്വീറ്റുകളും യുഎസിൽ നിന്ന് മാത്രം $10 ട്രില്യൺ വൈപ്പ് ഔട്ടായിപ്പോയി. അപ്പോൾ ലോക രാജ്യങ്ങളുടെ എല്ലാം തന്നെ ഈ ഇക്വിറ്റിയിൽ നിന്ന് മാത്രം വൈപ്പ് ഔട്ട് ആയി പോയ തുകകൾ നമ്മൾ ഒരു 10 കാൽക്കുലേറ്റർ വേണം എത്രമാത്രം കോടിയാണ് വൈപ്പ് ഔട്ട് ആയി പോയതെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെ. അത്രമാത്രം ഇപ്പോൾ ഇന്ത്യയുടെ എല്ലാം തന്നെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഡബിളാണ് യുഎസിൽ നിന്ന് മാത്രം കഴിഞ്ഞ ഒരു മാസം കൊണ്ട് വൈപ്പ് ഔട്ട് ആയിപ്പോയത്. എന്നാൽ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ തീർന്നോ എന്നുള്ള ചോദ്യത്തിന് പ്രശ്നങ്ങളൊന്നും തന്നെ തീർന്നിട്ടില്ല. 90 ദിവസത്തെ സാവകാശം മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതും ചൈനയുമായിട്ടുള്ള പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. ചൈനയും യുഎസും നേർക്ക് നേർ കൊമ്പ് കോർക്കുന്ന ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അതിലേക്ക് നമ്മളെ ചിന്തകൾ പോകാത്തത് ഇന്ത്യ പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക്, മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള ഈ ഒരു റെസിപ്രോക്കൽ താരിഫ് 90 ദിവസത്തെ പോസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചൈന യുഎസ് തമ്മിലുള്ള ഈ ഒരു ട്രേഡ് വാറിൻ്റെ ഒരു പ്രസക്തി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള ചിന്ത നമ്മളിൽ ജനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചൈനയും യുഎസും ഇപ്പോഴും പ്രശ്നത്തിൽ തന്നെയാണുള്ളത്. മറ്റുള്ള രാജ്യങ്ങൾക്ക് 90 ദിവസത്തെ അവകാശം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതും മാറ്റിയിട്ടില്ല. അപ്പോൾ 90 ദിവസം എന്ന് പറയുന്നത് വളരെയധികം ക്രൂഷ്യലാണ്. ലോകത്തിലെ എല്ലാ രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ ട്രേഡ് പരമായിട്ടുള്ള ബിസിനസ്സുകാരും അതല്ലെങ്കിൽ ഗവൺമെൻറ് തലങ്ങളിൽ തന്നെ ഈ ഒരു ഉഭയകക്ഷി ചർച്ചകൾ എല്ലാം തന്നെ നടത്തുന്നുണ്ട്. യുഎസിൽ നിന്നും യൂറോപ്പിൽ നിന്നും യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ ഈ ഒരാഴ്ച തന്നെ വാഷിങ്ടൺ ഡിസിയിലേക്ക് വന്ന് ചർച്ചകൾ നടത്തുമെന്നുള്ളതാണ് റിപ്പോർട്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റുള്ള എല്ലാ രാജ്യങ്ങളും കാലാകാലങ്ങളായിട്ട് പാലിച്ചു പോകുന്ന ഈ ഒരു ട്രേഡ് പോളിസീസ്, അവിടെയുള്ള ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെല്ലാം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എല്ലാ രാജ്യങ്ങളും പാലിച്ച അല്ലെങ്കിൽ ഫ്രെയിം ചെയ്ത ഈ ഒരു ട്രേഡ് പോളിസീസ് എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ മാറ്റം വരുത്തുമോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. രണ്ടാമത്തെ ചോദ്യചിഹ്നം എന്ന് പറയുന്നത് ചൈനയും യുഎസുമായിട്ടുള്ള ട്രേഡ് വാർ, അതിൽ അയവ് വരുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യചിഹ്നങ്ങൾക്ക് ഇടയിൽ ട്രംപ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ നമ്മൾ പഠിക്കുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ബിസിനസ്സിലേക്ക് കടന്നു വന്ന ട്രംപ്, 90കളിലെല്ലാം തന്നെ ട്രംപ് താജ്മഹൽ എന്ന പേരിൽ ലോകത്തിലെ ഏറ്റവും വലിയ കാസിനോ ബിസിനസ് തുടങ്ങിയ ഒരു ട്രംപ്. ആ ഒരു ട്രംപ് ഈ അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡന്റ്, അതായത് 45ാമത്തെ പ്രസിഡന്റും 47ാമത്തെ പ്രസിഡന്റുമായിട്ട് ഈ തവണ കടന്നു വരുമ്പോൾ വളരെ വലിയ തോതിൽ കുടിയേറ്റത്തെ എതിർക്കുന്ന ഈ ഒരു ട്രംപ്, എന്നാൽ ട്രംപിൻ്റെ മാതാപിതാക്കൾ ജർമ്മനിയിൽ നിന്ന് കുടിയേറിയതാണെന്നുള്ളത് മറ്റുള്ളൊരു ഐറണി. എന്നാൽ ഇത്തരത്തിലുള്ള കുടിയേറ്റത്തെ വളരെയധികം എതിർക്കുന്ന ഒരു ട്രംപ്, വലിയ ബിസിനസ്സുകാരനായിട്ടുള്ള ഒരു ട്രംപ്, ഈ ഒരു ട്രംപിനെ ബിസിനസ് നെഗോഷിയേഷനോ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ആദ്യമേ തന്നെ എതിരാളികളുടെ മനസ്സിലേക്ക് വലിയ തോതിലൊരു ഭീതി ഇട്ടുകൊടുക്കുന്ന ഒരു തരത്തിലുള്ള ഒരു നയമാണ് ട്രംപ് ഈ തവണ ഇവിടെ പുലർത്തിയത്. അതായത് അമേരിക്ക ഇങ്ങനെയൊക്കെ ചെയ്യുമോ? $10 ട്രില്യൺ യുഎസ് മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ട് ആയി പോയിട്ടുണ്ട്. യുഎസിൽ നിന്ന് ഏറ്റവും വലിയ കമ്പനിയായിട്ടുള്ള ആപ്പിൾ, ടെസ്ല, ഈ 2 കമ്പനീസിൻ്റെയും ഏറ്റവും വലിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഉള്ളത് ചൈനയാണ്. ഈ ഒരു ചൈനയായിട്ടാണ് ഏറ്റവും വലിയൊരു ട്രേഡ് വാറിൽ അമേരിക്ക ഏർപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാകാം ആദ്യമേ. എന്നാൽ അതും ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു ചെക്കാണ് ആദ്യമേ തന്നെ ട്രംപ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലപ്പുറവും ഇനി ചെയ്യുമെന്നുള്ളൊരു ഭീതി ഇപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നെഗോസിയേഷൻ എന്ന് പറയുന്നത് യുഎസിനെ സംബന്ധിച്ച് അവരുടെ കയ്യിലാണ് ഇതിൻ്റെ എല്ലാം തന്നെ കടിഞ്ഞാൽ ഇരിക്കുന്നത്. കാരണം ഈ ഒരു നെഗോസിയേഷൻ പാലിച്ചില്ലെങ്കിൽ ഏതറ്റം വരെ പോകും എന്നുള്ളത് ഒരു അൺനോൺ ആയിട്ടുള്ളൊരു ഭീതി എല്ലാ രാജ്യങ്ങളിലേക്കും ഇട്ടുകൊടുക്കുന്ന ഒരു നയം ട്രംപ് ചെയ്തു. അത് വിജയിച്ചു എന്നുള്ളത് ഒരു രാഷ്ട്ര തലവൻ എന്നുള്ള രീതിയിൽ ട്രംപിൻ്റെ ഒരു വലിയ വിജയമായിട്ട് കാണാം. ഈ ഒരു ഭരണത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഇത്ര വലിയൊരു തീരുമാനം എടുക്കുമ്പോൾ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടിയേക്കാം എന്നുള്ള ഒരു ചിന്തയിലാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എനിവേ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു റിമൈൻഡറായിട്ട് പറയാനുള്ളത്. ഇനിയിപ്പോൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം
US മാർക്കറ്റ് പോസിറ്റീവായിരുന്നു, യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവാണ്, യൂറോപ്യൻ ഫ്യൂച്ചറുകൾ പോസിറ്റീവാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ റിസൾട്ട് Q4 റിസൾട്ട് ഫലങ്ങളാണ് നമ്മൾ ആദ്യമേ കാത്തിരിക്കുന്നത്. ഇൻഫോസിസിൻ്റെ റിസൾട്ട് ഏപ്രിൽ 17-ാം തീയതി. എന്നാൽ അതിനു മുമ്പ് വിപ്രോയുടെ റിസൾട്ട് ഉണ്ട് ഏപ്രിൽ 16-ാം തീയതി. ICICI ബാങ്കിൻ്റെയും ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയ കമ്പനീസിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് ഏപ്രിൽ 15-ാം തീയതി. HDFCയുടെ റിസൾട്ട് ഏപ്രിൽ 19-ാം തീയതി. അപ്പോൾ ഇത്തരം ഘടകങ്ങൾ മാർക്കറ്റിൽ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ Q4 റിസൾട്ടുകൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ മുന്നോട്ടോ പിന്നോട്ടോ ഉള്ള ചലനങ്ങൾക്ക് വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകം തന്നെയാണ് Q4 റിസൾട്ട്. അപ്പോൾ ആ ഡേറ്റുകളെല്ലാം തന്നെ ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുക. കൂടാതെ തന്നെ ഡൽഹി വളരെ റീസെൻ്റായിട്ട് ഫോളോ ചെയ്ത ഈ ഒരു EV പോളിസി, അവിടെ ഓട്ടോറിക്ഷകൾക്കും അവിടെയുള്ള ബൈക്കുകൾക്കെല്ലാം തന്നെ വെരി സൂൺ തന്നെ അവർ EV മാത്രം എന്നുള്ളൊരു പോളിസി അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതും ഇന്ത്യൻ ഓട്ടോമൊബൈൽ കമ്പനീസിനെ വളരെയധികം ക്രൂഷ്യലായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എനിവേ FISൻ്റെ ആക്ടിവിറ്റീസ് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ക്രൂഷ്യൽ തന്നെയാണ്. FIS ഏപ്രിൽ മാസം ഒരു സിംഗിൾ ഡേ പോലും അവർ ബൈ ഉണ്ടായിരുന്നില്ല. ഏപ്രിൽ മാസം മാത്രം അവർ 34,641 കോടി രൂപയുടെ സെല്ലിങ്. ഈ ഒരു വർഷം എടുക്കുകയാണെങ്കിൽ 1,78,800,000 കോടി രൂപ മാത്രമല്ല 1,78,800,000 കോടി രൂപ എന്ന് പറയുന്നത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ അവർ സെല്ല് ചെയ്തിരിക്കുന്ന ഏകദേശം ഒരു 60% തന്നെ വെറും 4 മാസത്തെ കാലയളവിൽ അവർ സെല്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും വളരെ ക്രൂഷ്യൽ തന്നെയാണ്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ കാര്യമാണ്. നാസ്ഡാക്കും ഡോയും എല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. FTSE പോസിറ്റീവായിരുന്നു. ഇപ്പോൾ ഇനി ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന എല്ലാ ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റിൽ വളരെ അടുത്ത ആഴ്ച ഉള്ളത് ഇന്ത്യയുടെ WP ഇൻഫ്ലേഷൻ ഡേറ്റ ഏപ്രിൽ 14-ാം തീയതി ഉണ്ട്. ഏപ്രിൽ 15-ന് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ഉണ്ട്. ഇനി ഏപ്രിൽ 16-ന് US-ൽ നിന്ന് റീറ്റെയിൽ സെയിൽസ്, ചൈനയുടെ GDP, ഏപ്രിൽ 16-ന് UKയുടെ ഇൻഫ്ലേഷൻ, ഏപ്രിൽ 17-ന് യൂറോസോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണുള്ളത്. ഏപ്രിൽ 18-ാം തീയതി എല്ലാ മാർക്കറ്റും അവധിയാണ്. അപ്പോൾ ഈ ഒരു 3 ദിവസം നമ്മളെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. നമ്മളുടെ ഇൻഫ്ലേഷൻ ഡേറ്റയും WP ഇൻഫ്ലേഷൻ ഡേറ്റയും ഉണ്ട്. ഇന്നലെ നമ്മളുടെ കൊച്ചിയിൽ വെച്ച് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെയും ബേസിക്കിൻ്റെ എല്ലാം തന്നെ ക്ലാസ് താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ടും പഠിക്കാം. ഫസ്റ്റ് കമ്മലിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ NHPC കമ്പനി രാജസ്ഥാനിൽ 300 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പുതിയൊരു സോളാർ പ്രൊജക്റ്റ് അവർ കമ്മീഷൻ ചെയ്തു. മാക്രോടെക് ഡെവലപ്പേഴ്സ് 10 ഏക്കർ ലാൻഡ് അവർ അക്യൂർ ചെയ്തിട്ടുണ്ട് ഹൗസിംഗ് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം തന്നെ സ്റ്റോക്കുകളുടെ വാർത്തകളാണ്, ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഓറോബിൻഡോ ഫാർമ അവരുടെ പുതിയ മെഡിസിൻ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. അശോക ബിൽഡ്കോൺ കമ്പനി 565 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായുള്ള ന്യൂസ് ഉണ്ട്. സൈഡസ് ലൈഫ് കമ്പനി അവരുടെ മെഡിസിന് ഫൈനൽ അപ്രൂവൽ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. NCL ഇൻഡസ്ട്രീസ് കമ്പനി സിമൻറ്റ് പ്രൊഡക്ഷൻ അവരുടെ 8% ഒരു അപ്സൈഡ് ഇയർ ഓൺ ഇയർ ഉണ്ടായതായിട്ട് കമ്പനി അറിയിച്ചു. HCL ടെക് കമ്പനി ഗൂഗിൾ ക്ലൗഡായിട്ട് അവർ പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റ് ന്യൂസുകളായിട്ടൊക്കെ നമ്മൾ എത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.